ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് നിലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. എല്ലാവർക്കും രാജ് ഗ്രാഫിക്സിൻ്റെ ഓണാശംസകൾ. പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു വെബ്സൈറ്റിൻ്റെ ഹെഡർ ഡിസൈൻ എങ്ങനെ നമുക്ക് വേർഡ്പ്രസ്സിൽ ആസ്ട്ര തീമിൻ്റെ ഹെഡർ ബിൽഡർ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ട്യൂട്ടോറിയൽ. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രൊഫഷണൽ രീതിയിലുള്ള വേർഡ്പ്രസ്സിൻ്റെ ഹെഡർ ഡിസൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഡിസൈൻ ഇവിടെ ഒരു മിനിമലിസ്റ്റിക് രീതിയിലുള്ള ഒരു ഹെഡർ ഡിസൈൻ. സോ സെക്കൻഡ് വൺ ഒരു ടോപ്പ് ബാർ പ്ലസ് അവരുടെ ഇൻഫോർമേഷൻസ്. സോ തേർഡ് വൺ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഹെഡർ ഡിസൈൻ. ഓക്കെ, സോ ഞാൻ എൻ്റെ ഡാഷ്ബോർഡിൽ വന്നു. ഇവിടെ ഞാൻ അപ്പിയറൻസ് സെലക്ട് ചെയ്തു, കസ്റ്റമൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ ഹെഡർ ബിൽഡർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ 3 ബ്ലോക്കുകൾ കാണാം. ഒരു ടോപ്പ് ബ്ലോക്ക്, ഒരു മിഡിൽ ബ്ലോക്ക്, ഒരു ബോട്ടം ബ്ലോക്ക്. നമുക്കിവിടെ ജസ്റ്റ് ഹോവർ ചെയ്ത് പോകുമ്പോൾ നമുക്കിവിടെ ഒരു പ്ലസ് സിമ്പിൾ കാണാം. ഓക്കെ, ഞാൻ എൻ്റെ മിഡിൽ ബ്ലോക്ക് സെലക്ട് ചെയ്ത് പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വിഡ്ഗറ്റ്സ് ഓപ്പൺ ആയി വരും. ഞാനിവിടെ ഫസ്റ്റ് എനിക്കിവിടെ വേണ്ടത് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം, ഒരു കോൾ ആക്ഷൻ ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ബട്ടൺ സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ബട്ടൺമേൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ ജനറൽ ടാബ് കിട്ടും, ഡിസൈൻ ടാബ് കിട്ടും. ഞാൻ ജനറൽ ടാബിൽ ടെക്സ്റ്റ് കൊടുത്തു, റിക്വസ്റ്റ് കോട്ടെന്ന്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ബട്ടണ് നമുക്കിവിടെ ലിങ്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് ഏത് പേജിലോട്ട് പോകണം ആ പേജിൻ്റെ ലിങ്ക് നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, ഇനി ഞാനൊരു ഡിസൈൻ പാനലിലേക്ക് വന്നു. ഇവിടെ ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്. നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഹോവർ കളറാണ്. ഇവിടെ ഹോവർ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിവിടെ പബ്ലിഷ് ചെയ്തു. ഓക്കെ, സോ അഗെയിൻ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ ഒരു കോൾ ആക്ഷൻ ബട്ടൺ ഇവിടെ കിട്ടി. ഓക്കെ, സെയിം ഇതുപോലെ നമുക്കൊരു കോൾ ആക്ഷൻ ബട്ടൺ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ഡിസൈൻ, സെക്കൻഡ് ഹെഡർ ഡിസൈൻ ഇതാണ്. ഓക്കെ, സോ ഇതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. വീണ്ടും ഞാൻ എൻ്റെ കസ്റ്റമൈസ് പാനലിലേക്ക് വന്നു. ഞാൻ ടോപ്പ് ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഞാനിവിടെ HTML എന്ന വിഡ്ഗറ്റ് സെലക്ട് ചെയ്തു. വീണ്ടും ഞാൻ HTML വിഡ്ഗറ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, അഗെയിൻ എനിക്ക് ഇവിടെ എൻ്റെ ഒരു ഫോണിൻ്റെ ഐക്കൺ കൊടുക്കണം. ഞാനിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തു. നമ്മുടെ ഫോൺ നമ്പർ ജസ്റ്റ് തൊട്ട് മുന്നേ സെലക്ട് ചെയ്തു. ആഡ് മീഡിയ സെലക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ ഒരു ഫോണിൻ്റെ ഐക്കൺ സെലക്ട് ചെയ്തു. ജസ്റ്റ് ഇൻസെർട്ട് പോസ്റ്റ് കൊടുത്തു. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫോൺ നമ്പർ കിട്ടി. ഓക്കെ, അഗെയിൻ ഞാൻ ജസ്റ്റ് പബ്ലിഷ് ചെയ്തു. സോ നെക്സ്റ്റ് എനിക്ക് എൻ്റെ ഇമെയിൽ ID കൂടി ഇവിടെ കൊടുക്കണം. ഞാൻ വീണ്ടും ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. വീണ്ടും HTML2 വിഡ്ഗറ്റ് സെലക്ട് ചെയ്തു. HTML2 വിഡ്ഗറ്റ് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ ഇമെയിൽ ID കൊടുത്തു. ഓക്കെ, ഞാൻ വീണ്ടും ഇവിടെ ജസ്റ്റ് നമ്മുടെ ഇത് ലെറ്ററിന് തൊട്ട് മുന്നിൽ ക്ലിക്ക് ചെയ്തു. ആഡ് മീഡിയ സെലക്ട് ചെയ്തു. ഇവിടെ ഞാൻ മെയിൽ ഐക്കൺ സെലക്ട് ചെയ്തു. ജസ്റ്റ് ഇൻസെർട്ട് പോസ്റ്റ് കൊടുത്തു. ഓക്കെ, ഇവിടെ ജസ്റ്റ് നമുക്കൊരു സ്പേസ് ഇട്ട് കൊടുക്കാം. നമുക്കിവിടെ ടെക്സ്റ്റിലോട്ട് വരാം. ഇവിടെ ജസ്റ്റ് നമുക്കൊരു സ്പേസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അഗെയിൻ ഞാനിവിടെ പബ്ലിഷ് ചെയ്തു. ഓക്കെ, നമുക്കിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഈ ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഹെഡറിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് ഞാൻ റെഡ് കളറാണ് എടുത്തേക്കുന്നത്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു കളേഴ്സ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഡാർക്ക് റെഡ് കളർ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഞാൻ അഗൈൻ പബ്ലിഷ് ചെയ്തു. സോ എനിക്കിവിടെ റൈറ്റ് കോർണറിൽ ഒരു സോഷ്യൽ ഐക്കൺ കൂടി സെറ്റ് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ ഞാൻ സോഷ്യൽ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോഷ്യൽ ഐക്കൺ നമുക്കിവിടെ കിട്ടും. ഇവിടെ ഇപ്പോൾ ഫേസ്ബുക്ക്, ബിഹാൻസ്, അതുപോലെ തന്നെ യൂട്യൂബും കിടക്കുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ സോഷ്യൽ സെലക്ട് ചെയ്ത് കൊടുത്തു. കണ്ടോ, ഇവിടെ നമുക്കൊരു ഫേസ്ബുക്ക്, ബിഹാൻസ് ആൻഡ് യൂട്യൂബ് നമുക്കിവിടെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആവശ്യമില്ലാത്തത് നമുക്കിവിടെ റിമൂവ് ചെയ്ത് കളയാം.
ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഇവിടെ ഒരു ഡ്രിബിൾ വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ആഡ് സോഷ്യൽ ഐക്കൺ കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക് നമുക്ക് ഡ്രിബിളിൻ്റെ ഐക്കൺ അവിടെ കിട്ടും. സോ നെക്സ്റ്റ് നമ്മുടെ സോഷ്യൽ ഐക്കൺസിൻ്റെ ലിങ്ക് നമുക്ക് കൊടുക്കണമെങ്കിൽ ഞാനിവിടെ ബിഹാൻസ് സെലക്ട് ചെയ്തു. ഇനി നമുക്കിവിടെ URL കൊടുക്കാം. ഞാൻ എൻ്റെ ബിഹാൻസിൻ്റെ URL ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് പബ്ലിഷ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ ഐക്കൺസിൻ്റെ ലിങ്ക് നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, എഗെയിൻ നമുക്ക് നമ്മുടെ സൈറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ എൻ്റെ ബിഹാൻസ് സെലക്ട് ചെയ്തു, ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിഹാൻസിൻ്റെ ഒരു ന്യൂ ടാബിൽ നമ്മുടെ പേജ് ഓപ്പൺ ആവും. ഓക്കെ, ജസ്റ്റ് നമുക്കിവിടെ ഡിസൈനിൽ പോവാം. ഓക്കെ, നമുക്ക് അതിൻ്റെ സ്പേസിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ലേബൽ കളർ, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ, ഐക്കൺ കളേഴ്സൊക്കെ നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഐക്കൺ കളേഴ്സ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ വൈറ്റ് തന്നെ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? വീണ്ടും ഞാൻ ജസ്റ്റ് പബ്ലിഷ് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത ഇൻഫോർമേഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഫോൺ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ മെയിൽ ID പ്ലസ് സോഷ്യൽ മീഡിയ ഐക്കൺസ് വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് സെയിം ഇതുപോലെ. ക്ലിയർ ആയില്ല? അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹെഡർ ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ ലാസ്റ്റ് വേണമെന്ന് വെച്ചാൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഹെഡർ ഡിസൈനാണ്. അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അഗൈൻ വീണ്ടും കസ്റ്റമൈസിലേക്ക് വന്നു. ഓക്കെ, ഇവിടെ ജസ്റ്റ് നമുക്ക് ക്ലോസ് ചെയ്യാം. അഗെയിൻ ഞാൻ അപ്പിയറൻസിൽ പോയിട്ട് ഞാൻ കസ്റ്റമൈസ് വീണ്ടും ക്ലിക്ക് ചെയ്തു. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഹെഡർ ബിൽഡർ സെലക്ട് ചെയ്യാം. കണ്ടില്ലേ, ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഹെഡർ എന്ന ഓപ്ഷൻ നമുക്കവിടെ കിട്ടും. നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഹെഡർ ഓപ്ഷൻ നമുക്ക് എനേബിൾ ഓൺ കംപ്ലീറ്റ് വെബ്സൈറ്റ് ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണ്ടില്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹെഡർ ട്രാൻസ്പെറൻറ്റ് ഹെഡർ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇത് പബ്ലിഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അഗെയിൻ എൻ്റെ മെനൂസിൻ്റെ കളേഴ്സ് ഒന്നും ചെയ്യണ്ട. ഞാൻ പ്രൈമറി മെനു സെലക്ട് ചെയ്തു. ഞാൻ ഡിസൈനിലോട്ട് പോയിട്ട് ഓക്കെ, ഇവിടെ ഞാൻ ടെക്സ്റ്റിൻ്റെ കളേഴ്സ് ഒന്ന് ചേഞ്ച് ചെയ്തു. എനിക്ക് വൈറ്റ് കളർ മതി. ഓക്കെ, ജസ്റ്റ് ഞാൻ പബ്ലിഷ് ചെയ്ത് കൊടുത്തു. അഗെയിൻ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു സെയിം ഒരു ട്രാൻസ്പെറൻറ്റ് ഹെഡർ ഡിസൈൻ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കൊരു ബ്ലോക്ക് ഡിസൈനിലേക്ക് തന്നെ മാറ്റാം. വീണ്ടും ഞാൻ കസ്റ്റമൈസ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ ജസ്റ്റ് നമുക്ക് തൊട്ട് ബാക്കിലോട്ട് പോവാം. ഇവിടെ ട്രാൻസ്പെറൻറ്റ് ഹെഡർ വീണ്ടും നമുക്ക് ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇനി നമ്മുടെ മെനു നമുക്ക് വീണ്ടും അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. വീണ്ടും പ്രൈമറി മെനുവിലേക്ക് വരും. ഡിസൈനിലോട്ട് പോവാം. നമുക്ക് നമ്മുടെ കളർ നമുക്കിവിടെ ഒരു ബ്ലാക്ക് കളർ ഇട്ട് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് പബ്ലിഷ് ചെയ്ത് കൊടുക്കാം. അഗെയിൻ നമ്മുടെ വെബ്സൈറ്റ് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. സോ ക്ലിയർ ആയില്ലേ? ഇന്ന് നമ്മളപ്പോൾ 3 രീതിയിലുള്ള ഹെഡർ ഡിസൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഒരു മിനിമലിസ്റ്റിക് രീതിയിലുള്ള ഹെഡർ ഡിസൈൻ, സെക്കൻഡ് ഒരു ബ്ലോക്ക് ഹെഡർ ഡിസൈൻ, തേർഡ് വൺ ഒരു ട്രാൻസ്പെറൻറ്റ് ഹെഡർ ഡിസൈൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഹെഡറിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മെനൂസും അതുപോലെ തന്നെ ബട്ടണും നമുക്ക് സോഷ്യൽ മീഡിയാസ് ഐക്കൺസിൻ്റെ ഒക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാം. ജസ്റ്റ് ഞാൻ പ്രൈമറി മെനു സെലക്ട് ചെയ്തു, ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു, മിഡിലോട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ മെനൂസ് ശരിക്കും ഒരു സ്ട്രെച്ച്ഡ് മെനൂസായി. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഹെഡറിൻ്റെ ഡിസൈൻ ഇവിടെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഞാൻ പ്രൈമറി മെനു വീണ്ടും ഞാൻ എൻ്റെ മിഡിൽ ബോക്സിലേക്ക് ഇട്ട് കറക്റ്റ് ചെയ്ത് വെച്ചു. ഇവിടെ ജസ്റ്റ് നമ്മുടെ ഇങ്ങോട്ട് ജസ്റ്റ് സെലക്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പഴയ പോലെ തന്നെ ആവും. ഓക്കെ, സോ ഇതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ
എന്താ പറയുക, നമ്മുടെ അതിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ രീതിയിലുള്ള ഹെഡ് ഡിസൈൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ഹെഡ് ഡിസൈൻ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും കമൻറ്റും ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ, ബൈ.